ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിനി ശ്രുതിയുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ മദ്യലഹരിയിലുള്ള പാനീയം കഴിച്ചിട്ട് പലയിടത്തു നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ശ്രുതി ആകാശിൻ്റെയും പ്രീതിയുടെയും നടുവിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണിച്ചത്. പിന്നെ എപ്പിസോഡിൻ്റെ അവസാനം ഇന്നലെ കാണിച്ച് നിർത്തിയത് മനോരമാൻ്റെ അത് കഴിച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ പറയുന്നുണ്ട്, പണക്കാരികളായ 2 മരുമക്കളെ കിട്ടുന്നതിൻ്റെ സ്ഥാനത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ 2 എണ്ണത്തിനാണല്ലോ ഞങ്ങൾക്ക് മരുമകളായി കിട്ടിയത്, വാട്ടെ പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന മനോരമ ആൻറ്റീനെയാണ് കാണിക്കുന്നത്. എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് അവരേനാണ്. പിന്നെ മനോരമ ആൻറ്റീൻ്റെ അടുത്തുനിന്ന് ഭർത്താവ് പോയി കഴിഞ്ഞ് മനോരമ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കാണുന്നുണ്ട് ആകാശും പ്രീതിയും കൂടി സംസാരിച്ചിരിക്കുന്നതാണ്. അപ്പം മനോരമ അറിയുന്നുണ്ട്, എന്താ അവിടെ ചിരി, എനിക്കാണെന്ന് ഇവിടെ പിടിക്കുന്നേ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിവരമാണ് ചെയ്ത് നേരം ഇവിടെ സാരിത്തുമ്പിലാണല്ലോ, പോയി ഉപദേശിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ പറയും, ഇല്ലെങ്കിൽ വേണ്ട, എന്തായാലും ഈ ഹോളി കഴിയുമ്പോഴേക്കും ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ഹോളി കഴിയുമ്പോഴേക്കും രണ്ട് വഴിക്കാവണം, അടിച്ചു പിരിയാണ്. അതിനിപ്പോൾ എന്തോ ഒരു വഴിയോ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മനോരമാൻ്റെ അടുത്ത് കൂടെ ശ്രുതി പോകും. മനോരമാൻ്റെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി അവിടെ നിൽക്കും. കരമിനി ലൂസായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ നിൽക്കും. ഇത് പ്രീതിനെ ആകാശനെ നോക്കിയിരിക്കുന്ന മനോരമേനെ ഇങ്ങനെ തോളത്ത് തട്ടി വിളിച്ചിട്ട് ശ്രുതി ചോദിക്കുമ്പോൾ മനോരമ പറയും, വാട്ട് യു വാണ്ട് ചോദിക്കും. അപ്പോൾ ശ്രുതി ചോദിക്കും, വാട്ട് യു വാണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് തിരിച്ച് ചോദിച്ചാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് മനോരമ. അപ്പോൾ ആൻറ്റിയും മോനും മോനും ഭാര്യയും കൂടി പ്രണയിക്കുന്നത് കണ്ടില്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ കവിളത്തൊക്കെ പിടിക്കാൻ വരും ശ്രുതി. അപ്പോൾ അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ അശ്വിൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എൻ്റെ ചേച്ചീനെ വിഷമിപ്പിക്കുക കരയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെച്ച് വയ്ക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മനോരമ ചോദിക്കുന്നു, നീ എന്താ ഭീഷണിപ്പെടുത്തുക, നീ എന്തെന്നെ ചെയ്യാൻ അറിയോ? അപ്പോൾ ശ്രുതി പറയും, ഭീഷണിപ്പെടുത്തുന്നല്ല, ഞാൻ കാര്യം പറഞ്ഞത്, ഇനി എൻ്റെ ചേച്ചീനെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും. മനോരമ പറയണം, യു കിൽ മീ, നീ എന്നെ കൊല്ലുമോ? അപ്പോൾ ശ്രുതി പറയും, ആ കൊല്ലും, എന്നിട്ട് കാണിച്ചാവും, അപ്പോൾ പിന്നെ എന്നെ ആർക്കും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ട് അവൾ അവിടെ നിന്ന് മനോരമയുടെ അടുത്തുനിന്ന് പോകും. പിന്നെ ശ്രുതി ചെല്ലുന്നത് അച്ഛമ്മയടുത്തേക്കും അഞ്ജലി എടുത്തിക്കുവാണ്. അപ്പോൾ അവരവിടെ നിന്ന് ശ്രുതിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി വരുന്നത് കാണുമ്പോൾ തന്നെ അഞ്ജലി പറയും, നോക്ക് മുത്തശ്ശി, ശ്രുതി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്, ഞാനും ശ്യാമേട്ടനും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ചതാണെന്ന് പറയണം. ഇത് ഇവൾ വന്ന വഴിക്ക് അച്ഛമ്മയടുത്തേക്ക് പോകണത്. എൻ്റെ അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അച്ഛമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അച്ഛമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അച്ഛമ്മ എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്കത് മിണ്ടാണ്ടിരിക്കരുത്, എനിക്കത് സഹിക്കില്ല അച്ഛമ്മേ. പിന്നെ ഈ അഞ്ജലി ചേച്ചി ഉണ്ടല്ലോ, അഞ്ജലി ചേച്ചി എന്നെ പറ്റിച്ചിട്ട് എന്നെ കൊണ്ട് ഡ്രിങ്ക്സ് കഴിപ്പിച്ചു, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലൊന്നും നിൽക്കുന്നില്ല അച്ഛമ്മേന്നൊക്കെ പറയുകയാണ്. പിന്നെ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചത് ഞാനല്ല, എല്ലാത്തിനും കാരണം എൻ്റെ ഭർത്താവാണ്. അപ്പോൾ ആര്, കുഞ്ഞനോ ചോദിക്കും. കുഞ്ഞൻ തന്നെ, ആൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ താലിയുടെ കെട്ടുന്ന കൈ കൊണ്ട് അങ്ങനെ ആക്ഷനെ കാണുമ്പോഴേക്കും അശ്വിൻ വന്നിട്ട് പറയും, ശ്രുതി നീ എന്തൊക്കെ കാണിക്കുന്നത് പറഞ്ഞെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും. അപ്പം മുത്തശ്ശി പറയും, അവൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് പറയും. അവൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അതിൻ്റെയെന്ന് പറയും. അപ്പോൾ ശ്രുതിയോട് അശ്വിൻ പറയും, വാ ശ്രുതി പോവാം. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അറിയാം. ശ്രുതി നിന്നോട് വരാനാണ് പറഞ്ഞത് അറിയാം. ഞാൻ വരാൻ ഇതോ കുഞ്ഞൻ എന്നെ കൊണ്ടുവരും. അപ്പോൾ ശ്രുതിനെ വലിച്ചിട്ട് അശ്വിൻ കൊണ്ടുപോകും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കുഞ്ഞെന്നെ കൊണ്ടുവല്ലേ, എനിക്കിനിയും പറയാനുണ്ട്, പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് അശ്വിൻ പറയും, നീ എന്താ കൊള്ളം കുടിച്ച് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത്, വായി തോന്നിയതോ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, പരമാർത്ഥമായിട്ടുള്ള സത്യം ഞാൻ വിളിച്ചു എന്തായാലും, അത് നുണയൊന്നും അല്ലല്ലോ പറയാണ്. ശ്രുതി നീ ആവശ്യമില്ലാത്ത ഓരോന്നും ചെയ്ത് കൂട്ടരുതെന്ന് പറയാണ്. ഞാൻ ചെയ്യും, ഞാൻ ഇനിയും ഡ്രിങ്ക്സ് കുടിക്കും, ഞാൻ ഇനിയും എല്ലാവരോടും എല്ലാം പറയും, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എല്ലാവരോടും എല്ലാം ഉണ്ടായതൊക്കെ പറയണം, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവും പറയും. ശ്രുതി നീ ഒന്നും മിണ്ടാണ്ടിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ മിണ്ടാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ കുടിക്കുക പറയും. അപ്പോൾ അശ്വിൻ പറയില്ല, ഞാനതൊന്നും കുടിക്കില്ല, എന്നാൽ ഞാൻ കുടിക്കും, ഞാനത് എല്ലാവരോടും എല്ലാം പറയും. അങ്ങനെ ശ്രുതി ഭീഷണിപ്പെടുത്തിയിട്ട് അശ്വിനെ കൊണ്ട് അത് കഴിപ്പിക്കും. ആദ്യം കൊടുക്കുന്നത് അശ്വിൻ ശ്രുതി കാണാതെ തൂത്ത് കളയും. പക്ഷേ അത് ശ്രുതി കണ്ടുപിടിച്ചിട്ട് ശ്രുതി പിന്നെയും കൊടുക്കും. അങ്ങനെ അശ്വിൻ അത് കുടിക്കും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കിയിട്ട് പറയും, ഡ്രിങ്ക്സ് കുടിച്ചേ, നിങ്ങളിപ്പോൾ കുടിച്ചത് ഡ്രിങ്ക്സാണ്, ഇനി നിങ്ങളുടെ മനസ്സിൽ ഒന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ കാളിയാക്കിയിട്ട് ചിരിച്ച് നിൽക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്.
പിന്നെ ശ്രുതി ചിരിക്കുന്ന കാണുമ്പോൾ അശ്വിനും ഫുള്ള് കുടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ശ്രുതി ചിരിക്കുന്ന കാണുമ്പോൾ അശ്വിനും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ചിട്ട് പിന്നെ ഡാൻസും കളിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡാൻസിൻ്റെ ഇടയിൽ നിന്ന് അശ്വിൻ മുത്തശ്ശേരി അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരോട് ഹാപ്പി ഹോളി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി നന്നായി ഡാൻസ് കളിക്കുമ്പോൾ ശ്രുതിനെ ഇങ്ങനെ ശ്രുതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന പോലെ അശ്വിൻ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ കൂടെ കളിക്കാൻ വന്ന ഒരു ചെക്കനെ കാണുമ്പോൾ അശ്വിന് ദേഷ്യം വന്നിട്ട് അശ്വിൻ അവനെ പിടിച്ച് മാറ്റാൻ പോകുന്നുണ്ട്. അതിലങ്ങനെ അശ്വിൻ പോയി. അപ്പോൾ അശ്വിൻ പോകുന്നത് ശ്രുതി അറിയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പിന്നെ അശ്വിന് ഡാൻസ് നിർത്തിയിട്ട് ശ്രുതി അശ്വിനെ അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ശ്യാമിനെ കാണുക. ശ്യാം ശ്രുതിനെ പിടിച്ച് വലിച്ച് നിർത്തിയിട്ട് ശ്യാമാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇത് പറയുന്നുണ്ട്, നീ മുത്തശ്ശിയോടും അഞ്ജലിയോടും നീ എന്താ പറയാൻ വന്നത്? നിൻ്റെ കല്യാണം നിർബന്ധിച്ച് കഴിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണമല്ലേ നീ പറയാൻ നിന്നത് എന്ന് അത് എന്നോട് പറയും. അപ്പോൾ ശ്രുതിക്ക്, ഞാൻ അതിനങ്ങനെ പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ലല്ലോ, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്, ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ശ്രുതി, നീ പറഞ്ഞു, നീ അതല്ലേ പറയാൻ വന്നത്? ആണോ, ഞാൻ അതാണോ പറയാൻ വന്നത്? എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്യാം കുത്തി ചോദിക്കുന്നു. പക്ഷെ ശ്രുതിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ ശ്രുതി ഈ കൈയൊക്കെ ഇങ്ങനെ മുഖത്ത് കൂടെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ആ കയ്യിലുള്ള പൊടികളുടെ കണ്ണ് പോകും. അപ്പോൾ കണ്ണിങ്ങനെ തിരുമ്പുമ്പോൾ ശ്യാം ശ്രുതിനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അശ്വിൻ അതേനെ വരുന്നത് കാണുമ്പോൾ ശ്യാം വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇവളും പിന്നെ അങ്ങനെ നടന്നു പോകും. അശ്വിനാണിച്ച് ഇങ്ങനെ ശ്രുതിനെ അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ കാണുന്നവരോടൊക്കെ അശ്വിൻ ഹാപ്പി ഹോളി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതി വാഷ് ബേസിൻ്റെ അവിടെ പോയി അവളുടെ മുഖമൊക്കെ കഴുകുന്നതാണ്. മുഖം കഴുകി കഴിഞ്ഞാൽ അവളുടെ ആ കിറുക്ക് മാറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ മുഖം കഴുകി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ നിൽക്കുന്നുണ്ടാവും. അശ്വിനാണെങ്കിൽ ശ്രുതിനെ സൗന്ദര്യം ആസ്വദിച്ച് ശ്രുതിയുടെ പ്രത്യേക ഒരു താല്പര്യം ശ്രുതിയോട് അശ്വിൻ അപ്പം തോന്നുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്. ശ്രുതി തല കറങ്ങി വീഴാൻ പോകുമ്പോൾ ശ്രുതിനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പിടിച്ചിട്ട് രണ്ടുപേരും റൊമാൻറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ചോദിക്കുക അശ്വിനോട്, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയൂ ചോദിക്കും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, നിങ്ങളടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുകയാണ്, എന്താണെന്ന് അറിയൂ, എൻ്റെ ശ്വാസത്തിനേക്കാളും വേഗത എൻ്റെ ഹൃദയമിടിപ്പിനുണ്ട്, എപ്പോഴും അതെ, എനിക്കൊന്നും മറക്കാനും പറ്റുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് 2-3 പ്രാവശ്യം അശ്വിനോട് ചോദിക്കും. ഇത് ചോദിക്കുമ്പോൾ തന്നെ അശ്വിന് എന്തോ പോലെയാവും. അവനും അങ്ങനെ തന്നെയാണെന്നുള്ളൊരു ഫീലിൽ അവനിങ്ങനെ നിൽക്കും. എന്നിട്ട് അവൻ്റെ കൈ വെച്ചിട്ട് നെഞ്ചത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ അവളെ അടുത്ത് അടുപ്പിച്ചിട്ടാണ് ശ്രുതി ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അശ്വിൻ എന്ത് ചെയ്യും, ആ കൈ എടുത്തിട്ട് അവളുടെ മുഖത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ശ്രുതിനെ കുറേ നേരം നോക്കി നിൽക്കും. അശ്വിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസാണ് അത്. പിന്നെ ശ്രുതി വീഴാൻ മുമ്പ് ശ്രുതിനെ പിടിച്ച് വാരി കോരിയെടുക്കുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ അവർ റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്ന കുറച്ച് സീൻസൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും കാണിക്കുന്നത്. പിന്നെ അവരുടെ ഡാൻസ് സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറയുന്ന എപ്പിസോഡൊക്കെയാണ് ഇന്നുണ്ടാവില്ല, നാളത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ ശ്യാം ശ്രുതിയുടെ റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ബാഗും കബോർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബാൽക്കണിയിൽ ഒരു തലണ കിടക്കുന്നതാണ്. അപ്പോൾ ശ്യാമിന് മനസ്സിലാവും രണ്ടിലൊരാൾ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് ശ്യാമിന് മനസ്സിലാവും. അപ്പോൾ ശ്യാമിന് ഈ ഹോളി ദിവസം അവന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്യാമിന് കിട്ടിയിട്ടുണ്ട്. അശ്വിനെതിരെ ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ശ്യാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവരുടെ റൊമാൻസൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്